ഹലോ ഗായ്സ്, അപ്പോൾ ഞാനും ട്രൈ ചെയ്ത് നമ്മുടെ വൈറലായ ബൺ മസ്കും പിന്നെ ഇറാനി ചായ ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ബട്ടർ എടുക്കാം. മെൽറ്റഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ കുറച്ച് കട്ടിയാണെങ്കിൽ ഇതേപോലെ മിക്സ് ആക്കാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് വേണം ബട്ടർ യൂസ് ചെയ്യാൻ. അതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബണ്ണ് ഒന്ന് ബട്ടറിൽ ചൂടാക്കി എടുക്കാം. ഇതേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസ്ക അതിലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാൻ പോകുന്നത്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കട്ടൻ ചായക്കുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്രാമ്പ്, പട്ട, ഏലക്കായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചായപ്പൊടി കടുപ്പത്തിനനുസരിച്ചിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു പാനിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ പാൽ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മളെ ബൺ മസ്ക് ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ബൈ.